രാജ്യം കണ്ട ഏറ്റവും വലിയ കുംഭകോണമാണ് ഇലക്ട്രൽ ബോണ്ട് അഴിമതിയെന്നും അത് മറയ്ക്കാൻ വേണ്ടിയാണ് ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതെന്നും ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാൽ. UDF അമ്പലപ്പുഴ വളഞ്ഞ വഴിയിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിനെതിരെ ശബ്ദിക്കുന്നവരെ EDയെ കാണിച്ച് ഭയപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്ന് KC വേണുഗോപാൽ ആരോപിച്ചു. ED അറസ്റ്റ് ചെയ്തതിൽ ഒരൊറ്റ BJPക്കാരൻ പോലുമില്ല. രാജ്യം കണ്ട ഏറ്റവും വലിയ കുംഭകോണമാണ് അജിത് പവാർ നടത്തിയത്. എന്തുകൊണ്ടാണ് അജിത് പവാറിനെ ED അറസ്റ്റ് ചെയ്യാത്തതെന്നും KC ചോദിച്ചു. ഭരിക്കുന്ന പാർട്ടിക്ക് എല്ലാം ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ ഇലക്ഷൻ നടക്കുന്ന കാര്യമില്ല. ഭരിക്കുന്ന പാർട്ടി വീണ്ടും ജനറലായി പ്രഖ്യാപിച്ച പോലെ നിങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇന്ത്യയിൽ നടക്കുന്ന കാര്യം, ആരെങ്കിലും സർക്കാരിന്റെ തെറ്റുകൾക്കെതിരെ വിരൽ ചൂണ്ടിയാൽ വിരൽ ചൂണ്ടുന്നവനെ നിശബ്ദനാക്കുന്ന രാഷ്ട്രീയം. ഇവിടെ നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരൻ ജോലിയില്ലാതെ അലയുകയാണ്. 1 കൊല്ലം 2 കോടി ജോലി തീർക്കാമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന് 10 കൊല്ലം കഴിഞ്ഞേക്കാണ്. അതിനൊന്ന് ഗ്യാരണ്ടി എന്ന് പേര് പറഞ്ഞിട്ടില്ല. ഗ്യാരണ്ടി എന്നുള്ള പേര് പറഞ്ഞത് കർണാടകത്തിൽ ആദ്യമായി കോൺഗ്രസ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് ആ ഗ്യാരണ്ടി കോൺഗ്രസ് പറഞ്ഞപ്പോൾ അതിനെ കളിയാക്കിയിട്ട് ഇത് ഗ്യാരണ്ടി എന്ന് പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞവർ പിന്നീട് കർണാടകത്തിൽ കോൺഗ്രസ് ഉജ്ജ്വല വിജയം നേടിയപ്പോൾ ആ ഗ്യാരണ്ടി കാർഡ് പുറത്തോട്ട് എടുത്ത് ഇതിപ്പോ എന്റെ ഗ്യാരണ്ടിയാണ് കൊണ്ട് പറഞ്ഞവരാണെങ്കിലും എന്റെ ഗ്യാരണ്ടി. LDFന്റെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ ആരും വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ല. എന്നാൽ നിലവിലെ മുഖ്യമന്ത്രിയുടെ അവസ്ഥ അതല്ലെന്നും KC കുറ്റപ്പെടുത്തി. UDF അമ്പലപ്പുഴ നിയോജകമണ്ഡലം ചെയർമാൻ കമാൽ M. മാക്കിയിൽ അധ്യക്ഷത വഹിച്ചു. പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ AA ഷുക്കൂർ, ചെയർമാൻ AM നസീർ, MJ ജോബ്, R. രാജശേഖരൻ, അഡ്വക്കേറ്റ് R. സനൽകുമാർ, TA ഹാമിദ്, പ്രൊഫസർ നെടുമുടി ഹരികുമാർ, അഡ്വക്കേറ്റ് കിഷോർ ബാബു, സഫീർ PDAക്കൽ, അഡ്വക്കേറ്റ് അഹമ്മദ് അമ്പലപ്പുഴ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് AIYF നടത്തിയ സമരത്തിൽ പങ്കെടുത്ത കേസിൽ മാവേലിക്കര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CA അരുൺകുമാറിന് ജാമ്യം. ആലപ്പുഴ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അരുണിനു വേണ്ടി അഡ്വക്കേറ്റ് V. വിജയകുമാർ കോടതിയിൽ ഹാജരായി. അഭിഭാഷക സംഘടനാ നേതാക്കളായ V. വിജയകുമാർ, KT അനീഷ് മോൻ, ജീനു എബ്രഹാം, ആരിഫ് മുഹമ്മദ്, വർഗീസ് മാത്യു, S. ഷിഹാസ് എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. വിദ്യാർത്ഥി യുവജനകാലത്തെ ഒരു സമരവുമായി ബന്ധപ്പെട്ട കേസാണ്. അതിങ്ങനെ പെൻഡിങ്ങിലായിരുന്നു. ഇന്നിപ്പോൾ അത് ജാമ്യം എടുക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ പ്രവർത്തനങ്ങൾ വളരെ ലൈവായി നടക്കുന്നു. വളരെ ആവേശകരമാണ്. മാവേലിക്കര ഇത്തവണ തിരിച്ചു പിടിക്കും എന്നുള്ള ഉറച്ച പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഏതാണ്ട് ജനങ്ങളെല്ലാം പറയുന്നത് പോലെ ഒറ്റ ആവശ്യമേ അവരെല്ലാം പറയുന്നുള്ളൂ, അവർക്കൊപ്പം ഉണ്ടാകണം. അത് തീർച്ചയായിട്ടും ആ വാഗ്ദാനം കൊടുത്തു തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്കൊപ്പം എല്ലാ കാലത്തും ആ പാർലമെൻറ്റ് മണ്ഡലത്തിൽ പൂർണ്ണമായും പൂർണ്ണ അർത്ഥത്തിൽ ഉണ്ടാകും. നമുക്കാകെ ശീലമുള്ളതും ജനങ്ങളോടൊപ്പം നിന്നതാണ്. അത് 2000 മുതൽ ഇങ്ങോട്ട് ഏതാണ്ട് 2024 വരെയുള്ള ദീർഘമായ 24 കൊല്ലം വിദ്യാർത്ഥി യുവജന പ്രവർത്തന രംഗത്തെല്ലാം ഈ പറയുന്ന പോലെ ഈ നാടിനോടൊപ്പം നിന്ന ഒരു അനുഭവമാണുള്ളത്. അതിൻ്റെയൊക്കെ ഭാഗമാണ് ഇപ്പോൾ ഈ കോടതിയിൽ വന്നു നിൽക്കുന്നത്. ബാർ അസോസിയേഷനിലും അഭിഭാഷകരോടും വോട്ട് അഭ്യർത്ഥിച്ച ശേഷമാണ് അരുൺകുമാർ മടങ്ങിയത്. NDA മാവേലിക്കര ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ബൈജു കലാശാല മാടപ്പള്ളി മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം പര്യടനം നടത്തി. കേരയിൽ സമര പോരാളികളെ സന്ദർശിച്ച അദ്ദേഹം കേരയിൽ വരില്ലെന്നും ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണെന്നും ഉറപ്പു നൽകി. ബൈജു കലാശാല മാടപ്പള്ളി മണ്ഡല പര്യടനത്തിനെത്തിയപ്പോൾ മണ്ഡലം പ്രസിഡന്റ് VV വിനയകുമാർ, നിയോജക മണ്ഡലം ഇൻചാർജ് B. കൃഷ്ണകുമാർ, ജനറൽ സെക്രട്ടറിമാരായ BR മഞ്ജുഷ്, ബിജു മങ്ങാട്ടുമഠം എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. മാടപ്പള്ളിയിൽ ശ്രീ ഭഗവതി ക്ഷേത്ര ദർശനത്തോടെയാണ് പര്യടനം ആരംഭിച്ചത്. കേരയിൽ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം കൊടുത്തിട്ടില്ലെന്നും ആയിരക്കണക്കിന് ജനങ്ങളെ കുടിയിറക്കുന്ന കേരയിൽ പദ്ധതി നാടിന് ഗുണകരമല്ലെന്നും ബൈജു കലാശാല അഭിപ്രായപ്പെട്ടു. തുടർന്ന് ചെറുഷ്പം ദേവാലയം, കുറുമ്പനാടൻ പള്ളി, ശുഭാനന്ദ മഠം, ചിത്തുപുഴ പള്ളി എന്നിവിടങ്ങളിൽ ബൈജു കലാശാല സന്ദർശനം നടത്തി. കുറിച്ചി ഗ്രാമപഞ്ചായത്തിലെ ഇത്തിത്താനം ഏരിയയിലെത്തിയ ബൈജു കലാശാല KPMS ശാഖാ പ്രസിഡന്റ് മനു മണിയപ്പൻ, SC മോർച്ച മണ്ഡലം പ്രസിഡന്റ് ലക്ഷ്മണൻ, മുൻ SNDP ശാഖാ പ്രസിഡന്റ് ചെല്ലപ്പൻ കായലോടി എന്നിവരെ സന്ദർശിച്ചു. KCS പൊടിപ്പാറ അയ്യങ്കാളി ഗുരുദേവ മന്ദിരത്തിലെത്തി ബൈജു കലാശാല പുഷ്പാർച്ചന നടത്തി. SUCI കമ്മ്യൂണിസ്റ്റ് മാവേലിക്കര പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി K. ബിമൽജിയുടെ ഇലക്ഷൻ പ്രചരണാർത്ഥം വെളിയനാട് കാവാലം മേഖലാ കൺവെൻഷൻ നടന്നു. വടക്കൻ വെളിയനാട് നടന്ന പരിപാടി SUCI സംസ്ഥാന കമ്മിറ്റി അംഗം വർഗീസ് M. ജേക്കബ് ഉദ്ഘാടനം ചെയ്തു.
നമുക്ക് ഈ വിഷയത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ടൊരു വലിയ പ്രക്ഷോഭം ദേശവ്യാപകമായി വളർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ എല്ലാ വിഭാഗം ജനങ്ങളും പങ്കെടുക്കുന്ന ഒരു പ്രക്ഷോഭം അത് വളർത്തിയെടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ആരുടെയും സൗജന്യം വേണ്ട. BJP അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അവർ പറഞ്ഞത് 50 രൂപയ്ക്ക് പെട്രോൾ തരാവുന്നില്ല. അപ്പൊ അതൊരു സൗജന്യമാണ് എന്നുള്ള രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. എല്ലാ വിഷയങ്ങളും അവർ അവതരിപ്പിക്കുന്നത് തങ്ങളുടെ സർക്കാരിന്റെ സൗജന്യങ്ങളാണ് എന്നുള്ള രീതി. അപ്പൊ ഇതും ആ കൂട്ടത്തിൽ പറഞ്ഞെങ്കിലും അവർക്ക് നടപ്പിലാക്കാൻ പറ്റിയില്ല. അതേസമയം ജനങ്ങളുടെ ഒരു വലിയ പ്രക്ഷോഭണം ഈ ഡിമാൻഡിന്റെ പേരിൽ നമുക്ക് ഉയർത്തിയെടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. ഇലക്ഷൻ കമ്മിറ്റി മണ്ഡലം ജോയിന്റ് കൺവീനർ ബിജു സേവ്യർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PR സതീശൻ, PK ശശി, AIUTUC താലൂക്ക് സെക്രട്ടറി VR അനിൽ, നിർമ്മാണ തൊഴിലാളി യൂണിയൻ താലൂക്ക് പ്രസിഡന്റ് ശശി കാവാലം, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ നന്ദനൻ വലിയപറമ്പ്, PP സാബു, മംഗളാനന്ദൻ എന്നിവർ സംസാരിച്ചു. കലയും സാഹിത്യവും വർഗീയവൽക്കരിക്കാനുള്ള നീക്കത്തിനെതിരെ മങ്കൊമ്പ് തെക്കേക്കരയിൽ പ്രതിഷേധ കലാസംഗമം സംഘടിപ്പിച്ച് കുട്ടനാട് ഫൈൻ ആർട്സ് സൊസൈറ്റി. ഡോക്ടർ RLV രാമകൃഷ്ണനെതിരെ വംശീയ അധിക്ഷേപം നടത്തിയ സത്യഭാമ സാംസ്കാരിക കേരളത്തോട് മാപ്പ് പറയണമെന്ന് കലാകാരന്മാർ. കുട്ടനാട് ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിങ്കളാഴ്ച വൈകുന്നേരമാണ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. സൊസൈറ്റി രക്ഷാധികാരിയും മുൻ MLAയുമായ CK സദാശിവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കറുപ്പിനോടുള്ള വെറുപ്പ് പലർക്ക് തുടങ്ങിയിരിക്കുകയാണ്. ഈ വെളുത്ത തമ്പുരാട്ടി ഇന്ന് പറയുന്നത് കേട്ടു. അവർ ടെലിവിഷൻ ചാനലിൻ്റെ മുൻപിൽ തനിക്ക് പറ്റിയ തെറ്റേറ്റ് പറയാൻ തയ്യാറായിട്ടില്ലായിരുന്നു. അപ്പം അവർ ഈ പരാമർശം നടത്തിയതിന് ശേഷം വളരെ പുച്ഛത്തോടു കൂടിയിട്ടാണ്. സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ ആരും പറയാത്ത പ്രയോഗമാണ് അത് ഞാൻ കേട്ടു. ആരും പറയാത്ത പ്രയോഗമാണ് അവർ പറഞ്ഞത്. എനിക്ക് പുച്ഛമാണ് അദ്ദേഹത്തിൻ്റെ മോഹിനിയാട്ടം കാണുമ്പോൾ. പിന്നെ ആരുടേത് കാണാനാണ് ഇവർക്ക് ഇഷ്ടം? ആരുടെ അവർ കാണാൻ ആഗ്രഹിക്കുന്നത്? ഈ ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ കീഴിൽ നിന്നാണല്ലോ നമ്മൾ മോചനം തേടിയത്. എന്താ സായിപ്പന്മാർ ഇവിടെ വന്ന് ഭരിച്ചു കളയാം? ഒരു ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തെ അവർ വാസ്തവത്തിൽ മനസ്സിലേറ്റി ലാളിച്ച് നടക്കുകയാണ്. ഒരു ഫ്യൂഡൽ കാലഘട്ടത്തിലെ അങ്ങേയറ്റത്തെ മോശപ്പെട്ട പ്രവണതയാണ് അവരുടെ വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. കുട്ടനാട് ഫൈൻ ആർട്സ് സൊസൈറ്റി പ്രസിഡന്റ് അഗസ്റ്റിൻ ജോസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KC രമേശ് കുമാർ, ട്രഷറർ V വിത്തവാൻ, ബിജു സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. കാർത്തികേയൻ ചമ്പക്കുളം, പ്രഭാസുധൻ രാമങ്കരി എന്നിവർ ഗാനം ആലപിച്ചു. മമദേവ പാർവതി സുകുമാര പാരിജാത്ര സമ്മോദിതാകര നിഗമപനി പവ മരി സനി മരി സനി നിഗമപനി പവ മരി സനി മഗമ മരി മഗ മരി സനി സരി ഗമ പഗമ സാനി മരി സനി പനി മരി മരി സരി ഗമ പദനി സരി സരി മരി സനി സനി പവ മരി സനി സരി സമഗ ശാലിനി തോട്ടപ്പള്ളി, ഷജീല സുബൈദ എന്നിവർ കവിത ചൊല്ലി. അമ്പിളി പുല്ലങ്ങടി മോഹിനിയാട്ടം അവതരിപ്പിച്ചു. പ്രിയ കാവാലം, ഷജീല എന്നിവരുടെ സ്കിറ്റും മജീഷ്യന്മാരായ മനു മങ്കൊമ്പ്, വിൽസൺ ചമ്പക്കുളം എന്നിവരുടെ മാജിക്കും അരങ്ങേറി. RLV രാമകൃഷ്ണന് നേരെയുണ്ടായ അധിക്ഷേപത്തിനെതിരെ തകഴിയിലെ കലാകാരന്മാരുടെ കൂട്ടായ്മ പ്രതിഷേധിച്ചു. രാമകൃഷ്ണനെ അധിക്ഷേപിച്ച കലാമണ്ഡലം സത്യഭാമയുടെ കോലവും കലാകാരന്മാർ കത്തിച്ചു. പ്രതിഷേധ സമരം പ്രശസ്ത നാടക സംവിധായകൻ തകഴി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ സമ്മേളനത്തിൽ ബാബു എല്ലോറ അധ്യക്ഷനായിരുന്നു. സിനിമ മിമിക്സ് താരം തകഴി അജയൻ, നിള അശോകൻ, ഉദയഭാനു, മതികുമാർ ടാഗോർ തുടങ്ങിയവർ സംസാരിച്ചു. RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ച കലാമണ്ഡലം സത്യഭാമയുടെ കോലവും കലാകാരന്മാർ കത്തിച്ചു. കുന്നുമ്മ അയ്യപ്പന്റെ നേതൃത്വത്തിൽ നാടൻ പാട്ടുകളും അവതരിപ്പിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം മുൻ മന്ത്രി KC ജോസഫ്.
പൊതുജനങ്ങളുടെ വികാരം നരേന്ദ്രമോദിക്കും പിണറായി വിജയനും എതിരാണെന്നും അദ്ദേഹം പറഞ്ഞു. മാവേലിക്കര പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ ഇലക്ഷൻ പ്രചരണാർത്ഥം രാമഗിരി മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KC ജോസഫ്. നരേന്ദ്രമോദിയാണെങ്കിലും BJP പിണറായി വിജയനാണെങ്കിലും അവർക്കെതിരാണ് കേരളത്തിലെ ജനങ്ങളുടെ വികാരം. ഇവിടെ നേരത്തെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ മിനിയാന്ന് ഡൽഹി മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തു. തെളിയിക്കപ്പെട്ട കേസല്ല, ബോധപൂർവമായി ED കണ്ടെത്തി പിടിച്ച് അറസ്റ്റ് ചെയ്ത ഒരു പ്രതിയെ മാപ്പുസാക്ഷിയാക്കി അദ്ദേഹത്തെ കൊണ്ട് മൊഴി കൊടുത്ത് ഡൽഹി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് കോടതി കൊണ്ടുപോയി. ഒരു ജാമ്യം കൊടുത്തില്ല. ഇതെല്ലാം അപകട സൂചനയാണ്. പിണറായി വിജയനാണെങ്കിൽ പഞ്ചായത്ത് മെമ്പർമാരുണ്ടല്ലോ ഇവിടെ. ഇന്നലെയാണ് പഞ്ചായത്തിന് 3ാം ഗഡു കൊടുക്കുന്നത് അല്ലേ? 20-ാം തീയതി. 21 മുതൽ ട്രഷറി ബാനാണ്. ഒരു ബില്ലും ട്രഷറി സ്വീകരിക്കത്തില്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മാർച്ച് 31-ാം തീയതി അർദ്ധരാത്രി 12 മണി വരെ ബില്ല് പേയ്മെന്റ് നടക്കുമായിരുന്നു. സമ്മേളനത്തിൽ UDF മണ്ഡലം ചെയർമാൻ നൈനാൻ തോമസ് അധ്യക്ഷനായിരുന്നു. DCC ജനറൽ സെക്രട്ടറി പ്രമോദ് ചന്ദ്രൻ, ഇലക്ഷൻ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ജോസഫ് ചേക്കോടൻ, മണ്ഡലം ജനറൽ കൺവീനർ സിബി മൂലംകുന്നം, മാത്തുക്കുട്ടി കഞ്ഞിക്കര, ആശ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ദൂരസ്ഥലങ്ങളിലേക്ക് പോകുന്ന ഭാരവാഹനങ്ങൾക്ക് രാത്രികാലങ്ങളിൽ പാർക്കിംഗ് സൗകര്യമില്ലാത്തത് അപകടങ്ങൾക്ക് കാരണമാകുന്നു. ചങ്ങനാശ്ശേരി നഗരത്തിൽ അടുത്ത കാലത്തായി ഇത്തരം അപകടങ്ങൾ പതിവായിട്ടുണ്ട്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്ക് സഞ്ചരിക്കുന്നതായിരിക്കാം ഭാരവാഹനങ്ങൾ. അത്തരം വാഹനങ്ങൾ ഓടിക്കുന്നവർക്കും അതിൻ്റേതായ ഭാരങ്ങൾ താങ്ങേണ്ടി വരും. പകൽ മുഴുവൻ ഓടിക്കഴിയുമ്പോൾ രാത്രിയിൽ വണ്ടി ഒന്ന് പാർക്ക് ചെയ്ത് അല്പം വിശ്രമിക്കാൻ അവർ ആഗ്രഹിക്കും. അപകടങ്ങൾ ഒഴിവാക്കാൻ ഡ്രൈവർമാർ അങ്ങനെ വിശ്രമിക്കുകയും വേണമല്ലോ. എന്നാൽ അപകടരഹിതമായി പാർക്ക് ചെയ്യാനും വേണം സ്ഥലം. പാർക്കിംഗ് സൗകര്യങ്ങൾ കുറഞ്ഞു വരുമ്പോൾ ഒന്നുകിൽ വിശ്രമമില്ലാതെ വണ്ടി ഓടിക്കുകയോ അല്ലെങ്കിൽ വഴിയോരങ്ങൾ തന്നെ പാർക്കിങ്ങിനായി തിരഞ്ഞെടുക്കുകയോ ചെയ്തെന്ന് വരാം. രണ്ടായാലും ഇത് അപകടങ്ങൾക്ക് കാരണമാകും. റോഡരികിൽ പാർക്ക് ചെയ്ത വാഹനങ്ങളിലേക്ക് മറ്റു വാഹനങ്ങൾ ഇടിച്ചു കയറി ചങ്ങനാശ്ശേരി നഗരത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ 2 അപകടങ്ങളാണ് ഉണ്ടായത്. കഴിഞ്ഞ രാത്രിയിൽ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് പാർക്ക് ചെയ്ത ലോറിയിലേക്ക് മറ്റൊരു ലോറി ഇടിച്ചു കയറി അപകടമുണ്ടായി. പാർക്കിംഗ് ഗ്രൗണ്ട് ഇല്ലാതിരുന്നതുകൊണ്ട് വഴിയരികിൽ പാർക്ക് ചെയ്ത് ഒരു വണ്ടി, മറ്റൊരു വണ്ടിയാകട്ടെ അതിപുലർച്ചെ പോലും എങ്ങും പാർക്ക് ചെയ്യാതെ ഓടിക്കൊണ്ടിരുന്നതും. അപകടത്തിൽപ്പെട്ട ഡ്രൈവർമാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു എന്നത് ആശ്വാസം. വണ്ടികൾ ചെന്നിടിച്ച് ഇലക്ട്രിക് പോസ്റ്റ് മറിഞ്ഞും അവിടെ അപകടമുണ്ടായി. എന്നാൽ അപകടങ്ങൾക്ക് കാരണമാകുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണമെന്നാണ് ഡ്രൈവർമാരുടെയും ആവശ്യം. അതെ, ഞാൻ സംഭവം നടന്ന് വണ്ടിയിൽ നിന്ന് ഞാൻ ഇറങ്ങി അവിടെ ചെന്ന് ആളിനെ വെളിയിലെടുത്തു. കഴിഞ്ഞപ്പോഴത്തേന് അവരുടെ ഒരു കൂട്ട വണ്ടി ഉണ്ടായിരുന്നു. അവരുടെ ബാഗിൽ അവരുടെ തന്നെ കമ്പനി വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടി ഉടനെ അവിടെ കൊണ്ട് ചവിട്ടി നിർത്തി. അതിൻ്റെ ഡ്രൈവർ ഇറങ്ങി വന്നു. പുള്ളിയെ ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പുള്ളിക്ക് വലിയ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും കൊണ്ടുപോയി. എങ്കിലും ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള സംഭവങ്ങളാണ് നിത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ലോങ് ഓടിക്കൊണ്ടിരിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഉറക്കം വരും. പുള്ളി ഈ പറഞ്ഞ പോലെ ഉറങ്ങിയാണ് വന്ന് ഇതിൽ ഇടിച്ചിരിക്കുന്നത്. ഇതേപോലെ പോകുന്ന വഴികളിലെല്ലാം നമുക്ക് വണ്ടി ഒരു ഇതായിട്ട് ഒതുക്കാനുള്ള ഒരു സ്ഥലം നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ഉറക്കം വരുമ്പോൾ എവിടെയെങ്കിലും ചിലപ്പോൾ റോഡിൽ തന്നെ ആയിരിക്കും ഞങ്ങൾ നിർത്തി ഉറങ്ങുന്നത്. അതിനുള്ളൊരു സംവിധാനം നമ്മുടെ ഗവൺമെൻറ് അതിനുള്ളൊരിത് സുരക്ഷിതമായി ഞങ്ങൾക്ക് എവിടെയെങ്കിലും വണ്ടി ഒതുക്കാനുള്ള ആ ഒരു ഇത് റെഡിയാക്കി തരണം. രാത്രികാലങ്ങളിൽ ഭാരവാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ ഓരോ നഗരങ്ങൾ കേന്ദ്രീകരിച്ചും സ്ഥല സൗകര്യം ഉണ്ടെങ്കിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാനാകും എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കേരള ഒളിമ്പിക് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറിയായി നിയമിതനായ അർജുന അവാർഡ് ജേതാവ് ഒളിമ്പ്യൻ സെബാസ്റ്റ്യൻ സേവ്യറിന് ജന്മനാടിൻ്റെ ആദരവ്. ലയൺസ് ക്ലബ്ബ് ഓഫ് എടത്വ ടൗണിൻ്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച വൈകിട്ട് 6-നായിരുന്നു ആദരിക്കൽ ചടങ്ങ്. എടത്വ കേളമംഗലം ജോർജിയൻ സ്പോർട്സ് സെന്ററിൽ ചേർന്ന സമ്മേളനം ഓൾ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ ഗിന്നസ് അശ്വിൻ വാഴുവേലിൽ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് ഓഫ് എടത്വ ടൗൺ പ്രസിഡന്റ് ബിൽബി മാത്യു കണ്ടത്തിൽ അധ്യക്ഷനായി. അർജുന അവാർഡ് ജേതാവായിട്ടുള്ള ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ സേവ്യറിനെ കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട്
നിയമിതനാകുകയാണ്. ആ നിയമിതനാകുന്ന ചടങ്ങിലേക്ക് നമ്മൾ നൽകുന്ന ഒന്നാമത്തെ ആദരം ഈ നാടിൻ്റെ ആദരമാണ്. ഈ നൽകുന്ന ആദരവ് വിവിധ മത, രാഷ്ട്രീയ, സാംസ്കാരിക രംഗങ്ങളിലുള്ള ആളുകൾ ഒരുമിച്ച് നൽകുന്ന ആദരവ് ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ സാറ് ഇന്നലെ എത്തിച്ചേർന്ന അദ്ദേഹം ഒത്തിരിയേറെ തിരക്കുകൾക്കിടയിൽ ഇന്ന് നമ്മളുടെ ഈ ആദരവിനായിട്ട് ക്ഷണിച്ചപ്പോൾ തന്നെ, ദിവസങ്ങൾക്ക് മുമ്പേ ക്ഷണിച്ചപ്പോൾ തന്നെ ചേരാമെന്ന് അറിയിക്കുകയും ഇന്നത്തെ ഈ സമയം നമുക്ക് കൃത്യമായി മാറ്റിവെക്കുകയും ഇവിടെ കൃത്യസമയത്ത് എത്തിച്ചേരുകയും ചെയ്ത ഈ നാടിൻ്റെ പൊൻതൂവലായിട്ടുള്ള ബഹുമാനപ്പെട്ട അർജുന അവാർഡ് ജേതാവ് സെബാസ്റ്റ്യൻ സേവ്യറിന് ലയൺസ് ക്ലബ് സെക്രട്ടറി ഡോക്ടർ ജോൺസൺ ബി ഇടിക്കുള മുഖ്യപ്രഭാഷണം നടത്തി. ഖജാൻജി ജോർജ് കുട്ടി തോമസ് പീഡികപ്പറമ്പിൽ ഒളിമ്പ്യൻ സെബാസ്റ്റ്യൻ സേവ്യറിന് പ്രശംസാപത്രം സമ്മാനിച്ചു. ഭരതൻ പട്ടരുമടം, മോഡി കന്നേൽ എന്നിവർ ചേർന്ന് പൊന്നാടയണിയിച്ച് ആദരിച്ചു. അഡ്മിനിസ്ട്രേറ്റർ ബിനോയ് കളത്തൂർ, സ്പോർട്സ് ഡിവിഷൻ കോർഡിനേറ്റർ കെ ജയചന്ദൻ, കോർഡിനേറ്റർ PM സന്തോഷ് കുമാർ, ഷെർലി അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഒളിമ്പ്യൻ സെബാസ്റ്റ്യൻ സേവ്യർ ദേശീയ തലത്തിൽ 75 സ്വർണവും അന്താരാഷ്ട്ര തലത്തിൽ 40 മികച്ച ഫിനിഷുകളും നേടിയിട്ടുണ്ട്. എടത്വ സെന്റ് അലോഷ്യസ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ഇദ്ദേഹം 1993, 97, 99 എന്നീ വർഷങ്ങളിൽ ബെസ്റ്റ് സ്പോർട്സ്മാൻ അവാർഡ് പ്രധാനമന്ത്രിയിൽ നിന്നും സ്വീകരിച്ചിട്ടുണ്ട്. 1989 മുതൽ 2000 വരെ തുടർച്ചയായി തെക്കേ ഏഷ്യയിലെ ഏറ്റവും വേഗതയേറിയ നീന്തൽ താരമായിരുന്നു. 2 മണിക്കൂർ 10 മിനിറ്റ് 4 സെക്കൻഡ് സമയം സെറാമിക് പ്ലേറ്റ് ചൂണ്ടുവിരലിൽ നിർത്താതെ കറക്കി ഗിന്നസ് വേൾഡ് റെക്കോർഡും യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിൻ്റെ വേൾഡ് റെക്കോർഡും നേടിയ അടൂർ സ്വദേശി ഗിന്നസ് അശ്വിൻ വാഴുവേലിൻ്റെ പ്രകടനം കാണികൾക്ക് കൗതുകമായി. തകഴി ഗ്രാമപഞ്ചായത്ത് അംഗം ജയചന്ദ്രൻ കലാങ്കേരി ഗിന്നസ് അശ്വിൻ വാഴുവേലിനെ ഷാൾ അണിയിച്ച് ആദരിച്ചു. നൈജീരിയൻ സ്വദേശി ഇഷാക്കോഗിയോ വിക്ടറിൻ്റെ 1 മണിക്കൂർ 10 മിനിറ്റ് 29 സെക്കൻഡ് സമയം കൊണ്ട് കുറിച്ച റെക്കോർഡാണ് അശ്വിൻ വാഴുവേൽ തകർത്തത്. ഡോക്ടർ APJ അബ്ദുൽ കലാം മെമ്മോറിയൽ സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റും നാഷണൽ ഇൻ്റഗ്രേറ്റഡ് ഫോറം ഓഫ് ആർട്ടിസ്റ്റും സംയുക്തമായി ഏർപ്പെടുത്തിയ 2023 മികച്ച കലാതാരത്തിനുള്ള അവാർഡ് അശ്വിൻ കരസ്ഥമാക്കിയിട്ടുണ്ട്. UDF മുട്ടാർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കഴിഞ്ഞ ദിവസം നടത്തി. മുട്ടാർ സെന്റ് ജോർജ് പള്ളിക്ക് സമീപം നടന്ന കൺവെൻഷൻ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് M. ലിജു ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വിഷയം ദേശീയ താല്പര്യമാണ്. ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ജനാധിപത്യ രാഷ്ട്രം, ജനാധിപത്യ മതേതര രാഷ്ട്രം നിലനിൽക്കാനും ഇന്ത്യയുടെ ഐക്യം നിലനിർത്താനും ഇത്തവണ BJP പരാജയപ്പെട്ടേ മതിയാകൂ. ഇന്ത്യയിൽ BJP ഭരണം അവസാനിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്തിന് നിലനിൽപ്പില്ല എന്നാണ് അതിൻ്റെ സത്യം. ഒരിക്കൽ കൂടി നരേന്ദ്രമോദി അധികാരത്തിൽ വരുമെന്നൊക്കെ തരത്തിലുള്ള സർവേകൾ ഇത്തരത്തിലായിരുന്നു. 2004 BJPയുടെ പ്രചരണം ഇത്തരത്തിലായിരുന്നു. അന്ന് അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു പ്രധാനമന്ത്രി. ഇപ്പോൾ 99 മുതൽ 2004 വരെ വാജ്പേയി പ്രധാനമന്ത്രിയായി. 2004 കഴിഞ്ഞപ്പോൾ BJP വലിയ ക്യാമ്പയിൻ അഴിച്ചുവിട്ടു. ഇന്ത്യ ഷൈനിങ് എന്നായിരുന്നു ആ ക്യാമ്പയിനിങ്ങിൻ്റെ. ഇന്ത്യ തിളങ്ങുന്നു എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. രാജ്യത്തെ മുഴുവൻ പരസ്യ ബോർഡുകൾ, പത്രങ്ങൾ അങ്ങനെ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വന്നപ്പോൾ 2004 ഇന്ത്യ ഷൈനിങ് എന്ന് പറയുന്ന BJP തോറ്റ് ആ സ്ഥാനത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി അധികാരത്തിലേക്ക് വന്നു. ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. പിന്നെ തുടർച്ചയായി 10 വർഷക്കാലം കോൺഗ്രസ്സാണ് ഭരിച്ചത്. മാവേലിക്കര പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചത്. UDF മുട്ടാർ മണ്ഡലം കമ്മിറ്റി ചെയർമാൻ ബ്ലസ്റ്റൺ തോമസ് അധ്യക്ഷത വഹിച്ചു. ബാബു വലിയ വീടൻ മുഖ്യപ്രഭാഷണം നടത്തി. യോഗത്തിൽ DCC വൈസ് പ്രസിഡന്റ് ടിജിൻ ജോസഫ്, ജനറൽ സെക്രട്ടറി JT റാംസെ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോർജ് മാത്യു പഞ്ഞിമരം, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മറിയാമ്മ ജോർജ്, ബാബു സെബാസ്റ്റ്യൻ, ബൈജു K. ആറുപറ, മാത്യുക്കുട്ടി ഈപ്പൻ, VN വിശ്വംഭരൻ, ജോബിൻ J. പൂയപ്പള്ളി എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6095 രൂപ, പവന് 48,760 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.